ഹായ്, ഇന്നൊരു ഹോം ടൂറാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. വീട് എൻ്റെ ആങ്ങളൻ്റെ കുഞ്ഞുട്ടീൻ്റെ വീടാണ്. അപ്പോൾ അത് 2 പാർട്ടായിട്ട് നമുക്ക് കാണാം. നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതിനെക്കുറിച്ചുള്ളൊരു കമൻസൊക്കെ ഇടാനും മറക്കും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ വീട്. കലാത്തിയ പ്ലാന്റ് നമ്മളെ റെക്റ്റാങ്കിളായിട്ടുള്ള പോട്ടിൽ വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ. ഈ പോട്ട് ഭയങ്കര ഇതിൽ വെക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗിയെ കാണാൻ. കലാത്തിയ പ്ലാന്റ്സ് ഇതൊന്നും ഓപ്പണിങ്ങിന് ചെയ്തിട്ടില്ല, ഇനിയിപ്പോൾ അടുത്ത് ചെയ്തതേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ കോർട്ട്യാർഡ് ഇങ്ങനെ കാണാം. സിറ്റ് ഔട്ടാണത്. ഇവിടെ ഒരു മണിമുല്ല കൊടുത്തേക്കുന്നു. പിന്നെ അവിടെ ഒരു പ്ലാന്റ്സ് പേര് എനിക്കറിയില്ല, പ്ലാന്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡെക്കറേഷൻസൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട് വരാം. 2 സൈഡിലും ഓരോ സീറ്റ് കൊടുത്തിട്ടുണ്ട്. വുഡിൻ്റെ സീറ്ററുകൾ നല്ല കാണാൻ ഭംഗിയുള്ളൊരു സിമ്പിളായിട്ടുള്ള സീറ്ററുകളാണ് കേട്ടോ. ഇത് കുഞ്ഞുട്ടിൻ്റെ കോർട്ട്യാർഡാണ് കേട്ടോ. വീഡിയോ കണ്ടിരിക്കുകയാണ് അവർ. ചെടികളൊക്കെ ഉണ്ട്. പ്ലാസ്റ്റിക് ഉണ്ട് എടുത്തടാ. രാവിലെ ഇല്ലേ പല്ലേ കുരുമുളകാ എവിടുന്നാണ് കറുത്ത മര കുരുമുളക് കേട്ടത്. കറുത്ത പൊന്ന് കറുത്ത പൊന്നാണല്ലോ ഞങ്ങളെ തൊടിയുണ്ടാക്കണത്. അതെ അതെ, എനിക്ക് മനസ്സിലായി. ഒത്തിരി രാവിലെ തന്നെ അവിടുന്ന് ചായ കുടിച്ചാൽ അത് ഇങ്ങോട്ട് വന്നിക്കണ്. ഞങ്ങളതൊക്കെ കുടിച്ചാൽ അവിടെ വല്ലേക്ക് ഇവിടെ ചായ അടിച്ചു. നല്ല ഐഡിയ അല്ലേടാ. ഇതാണ് കേട്ടോ കുഞ്ഞുട്ടിൻ്റെ ലിവിങ് ഹാള്. സോഫ. അത് ശരിയാ, മുത്തുവാണ്. എല്ലാം മുത്തുവാ. എല്ലാം ഞാനാണ്. എല്ലാം മുത്തുവാ. ഇവിടെ ഒരു കാലിയോഗ്രാഫിൻ്റെ ഇതുണ്ട്. അള്ളാഹുവിൻ്റെ നെയിമുകൾ. പിന്നെ ഇതൊരു പാർട്ടീഷനാണ് കേട്ടോ. ചെറിയൊരു പാർട്ടീഷൻ ഉണ്ട് ഇവിടെ GI കൊടുത്ത. ഇത് വാൾപേപ്പറും നമ്മൾ മൾട്ടിവുഡും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുത്തൊരു വാൾ ഡെക്കറേഷൻസ് ആണ് കേട്ടോ. വാൾ ഡെക്കറേഷൻസ്. ഇവിടെ ഒരു ക്ലോക്കിൻ്റെ വാൾ ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു കിളിൻ്റെ ലൈറ്റും. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബേബി എടുത്തു വെച്ചതാണ്. മീൻ പൊരിച്ചതുണ്ട്, മീനുണ്ട്, പുട്ടുണ്ട്, പൊറോട്ട ഉണ്ട്, ഇഡ്ഡലി ഉണ്ട്, കട്ടൻ ചായയും ഉണ്ട്. ഈ ടേബിളിൽ വെക്കണ ഒരു ചെടി ഉണ്ട് കേട്ടോ. സൂപ്പർ ചെടിയാണ്. ഇതൊരു എന്താ ഐറ്റംസാണ് ഇപ്പോൾ പേര് മറന്നു പോയത്. ഒരു സെറാമിക് പോട്ടിലാണ് കേട്ടോ അത് വെച്ചിരിക്കുന്നത്. ഇതാ ചെടി. ഇതുണ്ട് ഒരു വാൾ ഇതുണ്ട്, ഡെക്കറേഷന് കൊടുത്തിട്ടുണ്ട്. ഒരു ഒറിജിനലാ, എനിക്ക് മനസ്സിലായി. ഇത് പറയണ്ട, മുത്തിൻ്റെ കൺഫ്യൂഷനാക്കാണേ. ഇനി കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. വീടും ഒക്കെ ആയിട്ട് പോട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ആർട്ടിഫിഷ്യൽ ചെടി. ഒന്നും സെറ്റാക്കിയിട്ടൊന്നുമില്ല. വീട് ഓപ്പണിങ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. ആളിലൊരു റെയിൽവേ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് 2 ഭാഗത്തുനിന്നും. ഒരു ഷാലിമാർ ലൈറ്റാണ് കേട്ടോ ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഷാലിമാർ ലൈറ്റാണ്. അത് ഞാൻ പറഞ്ഞു, അത് ക്ലോക്ക് ഞാൻ പറഞ്ഞു റെയിൽവേ ക്ലോക്ക് ഉണ്ട്. എനിക്കും ഇഷ്ടമാണ് ആ സംഭവം. ഞാനത് ഓർഡർ നമ്മളെ വാഷ് ബേസിന് സിമ്പിളാണ്, ഹമ്പിളുമാണ്.
അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു റൗണ്ട് മിറർ കൊടുത്തിട്ട് ബാക്കിൽ മൾട്ടിവുഡിൽ ഇത് ചെയ്തിക്കുകയാണ് കേട്ടോ. മൾട്ടിവുഡ് ഡെക്കറേഷൻ കൊടുത്തിക്കണേ. ഇവിടെ ഒരു ലൈവ് പ്ലാന്റും വെച്ചിട്ടുണ്ട്. ഒറിജിനൽ പ്ലാന്റാണ്, സെറാമിക് പോട്ടിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. കാരണം നല്ല അതിൻ്റെ അടിയിൽ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. വാഷ് ബേസിൻ്റെ ഏരിയയാണ്. മുകളിൽ നാനോ വൈറ്റാണ്. ഇവിടെ ചേർന്നിട്ട് തന്നെ ഒരു ബാത്റൂം ഉണ്ട്. അപ്പോൾ നമുക്ക് വന്നാൽ പെട്ടെന്ന് ഫ്രഷ് ആകണമെങ്കിലൊക്കെ ഹാളിൽ നിന്ന് ആരേലും പുറത്തുനിന്ന് വന്നാലൊക്കെ റൂമിലേക്ക് പോകണ്ടല്ലോ, അതിനിവിടെ ഒരു പുറത്തൊരു കോമൺ ആയിട്ടൊരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഹാങ്ങിങ് ലൈറ്റ്. ഇവിടെ ഡബിൾ ഹൈറ്റാണ് വരുന്നത്. ഈ വാള് നമ്മളെ സ്റ്റെയർ ഏരിയയിലുള്ള വാളിൽ WPC അല്ല മൾട്ടിവുഡിൻ്റെ ഡെക്കറേഷൻ, വാൾ ഡെക്കറേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ വർക്ക് വുഡും ചേർന്നിട്ടുള്ള ഒരു സ്റ്റെയർ ഏരിയ ആണ് കേട്ടോ നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കുഞ്ഞുട്ടിൻ്റെ വീടാണ് കേട്ടോ, എൻ്റെതാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട നിങ്ങൾ. നമ്മളത് പണി കഴിയുന്നേ ഉള്ളൂ. അവിടെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ഒരു ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡബിൾ ഹൈറ്റാണ്. ഈ സ്റ്റെയർ എങ്ങനെയാണ് കൊടുത്തിക്കണമെന്ന് വെച്ചാൽ ഇത് വുഡിൽ കൊടുത്തിട്ട് ഇവിടെ ഒരു സ്റ്റാൻഡാണ്. ഇതുണ്ടോ ലൈവ് പ്ലാന്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ഇതൊരു ഡ്രസ്സിങ് ടേബിളും മിററും, വലിയൊരു മിററുണ്ട്. ഇവിടെ ഒരു വിൻഡോ ആണ്. സൈഡ് ടേബിളും കാര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു കോട്ടാണ്, ബെഡ് കോട്ടും ബെഡുമാണ്. നമ്മളെ ഫിദമോള് കുട്ടീനെ ബർത്ത്ഡേ ആയിട്ട് ഒരിക്കലും ഒരുങ്ങലും ഒക്കെ ആയിട്ട് തിരക്കിലല്ല ഫിദ. ഇതൊരു വാൾഡ്രോബ് ഇതാണ് കേട്ടോ, സ്ലൈഡിങ് ഉള്ള ഒരു വാൾഡ്രോബാണ്. ഒക്കെ താമസം തുടങ്ങിയ വീടായതുകൊണ്ട് ഇതിൽ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നില്ല. ഇവിടെ ഡ്രസ്സിങ് ഏരിയ ഒക്കെ തന്നെയാണ് ഇത്, അങ്ങനെയാണ്. പിന്നൊരു ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും. അറ്റാച്ച്ഡ് ബാത്റൂമാണിത് കേട്ടോ. നമ്മൾ ഇപ്പം നമ്മൾ താമസമുള്ള സ്ഥലമായതുകൊണ്ടേ നമ്മളെ കുഞ്ഞുമോൻ്റെ സന്തതിയാണ്. അത് നോക്കാതുവോ. ഹായ്, എന്താണ് അല്ല അതിൻ്റെ പണി തീർത്തിട്ടാ. പിന്നെ നമ്മളെ പാത്തുണ്ട്. പാത്തുവോ, എന്താ പാത്തുവോ കാട്ടണത്? പാത്തു മേക്കപ്പ് ചെയ്യണില്ലേ? പാത്തുണ്ട്. നമ്പർ 2 ബെഡ്റൂമാണ് കേട്ടോ. ഇത് നമ്മളെ നാദിമോൻ്റെ ബെഡ്റൂമാണ്. ഇത് ഒരു ബെഡ് കോട്ടും ഉണ്ട്, വലിയ ബെഡ് കോട്ട് തന്നെയാണ് ഇവിടെ. ഇതാണ് കേട്ടോ സംഭവം ഇവിടുത്തെ. ഇവിടെ അവന് പഠിക്കാനിരിക്കാനും ഇതിനൊക്കെ ഉള്ള ഒരു ടേബിളുണ്ട്. ഇവിടെ യൂസ് ചെയ്യുന്നവിടെ എല്ലാ സാധനങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കുകയാണ്. ഒരു 2 വിൻഡോ ആണ് കേട്ടോ 2 ഭാഗത്തും. പിന്നെ ഇതിലും അതുപോലെ തന്നെ ഒരു സ്ലൈഡിങ് ടേബിളാണുള്ളത് കേട്ടോ. സ്ലൈഡിങ് ടേബിളല്ല, സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു പിന്നെ വാൾഡ്രോബാണ്. ഇതാണ് ഇതിൻ്റെത്. സൈഡിലൊരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് കേട്ടോ. സൈഡ് ടേബിളൊക്കെ ഉള്ള ഒരു കട്ടിൽ തന്നെയാണ്. ചെയറാണ് കേട്ടോ. ഇൻഡസ്ട്രിയിലും വുഡും മിക്സ് ആയിട്ടുള്ള ചെയറാണ്. ഇങ്ങനെ കയറിയിട്ട് ഇവിടെ ഒരു ലാൻഡിങ് ഉണ്ട്. പിന്നെ അത് ഇങ്ങനെ പോയിട്ട്
ഇങ്ങനെയാണ് കയറുന്നത്. നമ്മളെ ലൈവായിട്ടുള്ളൊരു പ്ലാന്റ് ഉണ്ട് ഇവിടെ, നാച്ചുറലാണ് കേട്ടോ. ഇതുണ്ടോ 2 പ്ലാന്റ്സ്. അയണിങ് ടേബിൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ്, വാങ്ങി വെച്ചതാണ് കേട്ടോ. ഈ ഭാഗത്തൊരു പർഗോളയാണ്. പിന്നെ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങൾ ടി വി കാണുന്ന ഇതിലാണ്. നാദി, സോനു, മോനുമായി പിന്നെ ഒന്നും അറിയില്ല, ടി വി കണ്ടാൽ പിന്നെ അതിലാണ്. എൻ്റെ മോനുവാ ടി വി യൂണിറ്റ് ഇതാണ് കേട്ടോ. ഈ ഭാഗത്തേക്ക് പോയാൽ അങ്ങനെ പിന്നെ ഒരു ബെഡ്റൂം കൂടി ഉണ്ട് കേട്ടോ. മുകളിൽ ഒരു ഓഫീസായിട്ടുള്ള ബെഡ്റൂമാണ് ഇത്. ഈ ഭാഗത്ത് സൈഡ് ഫുൾ മിററാണ് കേട്ടോ. ഇങ്ങനെ നോക്കിയാൽ ബാൽക്കണി ഉണ്ട് ഇതിൽ താഴെ. കേട്ടോ, ഇതാണ് ഈ ബെഡ്റൂം. ഇതൊരു ഓഫീസായിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ബെഡ് കോട്ട് ഇവിടെയുണ്ട്, ഒരു വാൾഡ്രോബും ഇതും ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയും ഒരു ഡ്രസ്സിങ് യൂണിറ്റും ഇതിനൊരു ബാത്റൂമും ഉണ്ട്. ഇതാണ് കേട്ടോ ഈ ബാത്റൂം. അത്യാവശ്യം സ്പേസൊക്കെ ഉള്ളൊരു ബാത്റൂം തന്നെയാണ്. ആയിട്ടുള്ള വർക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സീലിങ് ഒരു വുഡൻ ടച്ച് വരുന്ന പോലെ. ഇത് മുകളിലുള്ള 4ാമത്തെ ബെഡ്റൂമാണ് കേട്ടോ. ഈ ബെഡ്റൂമും ഇതാണ് കേട്ടോ ഈ ബെഡ്റൂം. ഇത് സീലിംഗ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്. ഇതൊരു വാൾഡ്രോബാണിത്. അത് ഒക്കെ സ്ലൈഡിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന് ഇതുപോലെ ഒരു ബാത്റൂമുണ്ട്. ഇതൊരു ഗസ്റ്റ് റൂമായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒന്നും ചെയ്തിട്ടില്ല, ഇതങ്ങനെ വെറുതെ വെച്ചൊക്കെയാണ്. ഇതിന് ക്ലോസറ്റ് ഒന്നും കൊടുത്തിട്ടില്ല, ഫിനിഷ് ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ഡ്രസ്സിങ് മിററുണ്ട്. ഇതങ്ങനെ ഒരു യൂട്ടിലിറ്റി ഏരിയ, നമുക്ക് വാഷിംഗ് മെഷീന് അലക്കിയതൊക്കെ ഉണങ്ങാനിടാൻ ഇങ്ങനെയൊക്കെ ആയിട്ട് കൊടുത്ത ഒരു സ്ഥലമാണ് കേട്ടോ. ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. പുറത്തേക്കുള്ള ബാൽക്കണിയാണ്. ഇതിവിടെ ഒരു ലൈവ് പ്ലാന്റ് 2 കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവിടെ കേട്ടോ. GIയിൽ ഇത് ചെയ്തൊക്കെയാണ്. ഇവിടെ ഒരു ഗ്ലാസും കൊടുത്തിരിക്കുകയാണ്. മുകളിലുള്ള ഹാളിൻ്റെ സീലിംഗ് ഇങ്ങനെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ലൈറ്റ്സും പ്രൊഫൈലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സിലിണ്ടർ ലൈറ്റും പ്രൊഫൈൽ ലൈറ്റൊക്കെ.